ഇറാനിന്റെ പരമാധികാരിയായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ ആചാരപരമായ വിടവാങ്ങൽ ചടങ്ങുകൾ ഈ ജൂലൈ ആദ്യവാരം ഇറാനിൽ നടക്കുകയാണ്. അന്താരാഷ്ട്ര പ്രതിനിധികളും അതുപോലെ ലക്ഷക്കണക്കിന് ജനങ്ങളും പങ്കെടുക്കുന്ന ഈ വിപുലമായ ചടങ്ങിൽ നിന്ന് ഇറാനിന്റെ പുതിയ സുപ്രീം ലീഡറും അലി ഖമേനിയുടെ മകനുമായിട്ടുള്ള മുജ്തബ ഖമേനി പൂർണ്ണമായും മാറി നിൽക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഔദ്യോഗിക റിപ്പോർട്ടുകൾ. സ്വന്തം പിതാവിന്റെ ശവസംസ്കാര ചടങ്ങിൽ നിന്ന് രാജ്യത്തിന്റെ പുതിയ ഭരണാധികാരി വിട്ടുനിൽക്കുന്നതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ചില സുരക്ഷാ കാരണങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യങ്ങളുമുണ്ട്. ഇസ്രായേലിൽ നിന്നുള്ള വധഭീഷണിയും യുദ്ധ സാഹചര്യങ്ങളും ഈ തീരുമാനത്തെ സ്വാധീനിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ഇറാന്റെ സുപ്രീം ലീഡറായിരുന്ന അലി ഖമേനി US-ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. തുടർന്ന് ഇറാന്റെ പുതിയ സുപ്രീം ലീഡറായിട്ട് അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമേനി ചുമതലയേറ്റു. യുദ്ധ സാഹചര്യങ്ങൾ കാരണം മാസങ്ങളോളം കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിച്ചിരുന്ന അലി ഖമേനിയുടെ ഭൗതിക ശരീരം ഒടുവിൽ ഈ ജൂലൈ ആദ്യവാരമാണ് സംസ്കാര ചടങ്ങുകൾക്കായിട്ട് പുറത്തെടുക്കുന്നത്. തെഹ്റാൻ, ഖോം, മഷ്ഹദ് തുടങ്ങിയ നഗരങ്ങളിലായിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ അന്ത്യയാത്രയിൽ പങ്കെടുക്കാൻ തടിച്ചുകൂടുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികൾ അടക്കം അന്താരാഷ്ട്ര നേതാക്കളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ഈ വൻ ജനസാഗരത്തിന് നടുവിലേക്ക് ഇറാന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മനുഷ്യൻ മുജ്തബ ഖമേനി എത്തില്ല എന്ന് അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ ഔദ്യോഗിക പ്രതിനിധി ആയത്തുള്ള ഹക്കീം ഇലാഹി തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് വരാം. സ്വന്തം പിതാവിന്റെ അന്ത്യയാത്രയിൽ നിന്ന് ഇറാന്റെ സുപ്രീം ലീഡർ മാറി നിൽക്കാൻ മാത്രമുള്ള ആ ഒരു വലിയ കാരണം എന്താണ്? പ്രധാനമായിട്ടും 2 റീസൺസ് ആണ് ഇതിന് പിന്നിലുള്ളത്. ഒന്നാമത്തേത് ഇസ്രായേലിന്റെ കൊലവിളി. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുജ്തബ ഖമേനിയും തങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ട് എന്ന്. പിതാവിന്റെ ശവസംസ്കാര ചടങ്ങിനിടെ മുജ്തബ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ആ സ്പോട്ടിൽ വെച്ച് തന്നെ ഇസ്രായേൽ ഡ്രോൺ ആക്രമണമോ അല്ലെങ്കിൽ വ്യോമാക്രമണമോ നടത്താൻ 100% ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന്റെ പുതിയ ലീഡറുടെ ജീവൻ സംരക്ഷിക്കുക എന്നത് ഭരണകൂടത്തിന് ഇപ്പോൾ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ്. ഇനി രണ്ടാമത്തേത് ഹൈടെക് നിരീക്ഷണങ്ങൾ, സർവെയിലൻസ്. US-ന്റെയും ഇസ്രായേലിന്റെയും സാറ്റലൈറ്റുകളും ഇന്റലിജൻസ് ഏജൻസികളും മുജ്തബയുടെ ഓരോ ചലനങ്ങളും ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിലെ ആക്രമണത്തിന് ശേഷം അദ്ദേഹം പൊതുവേദികളിൽ വന്നിട്ടേയില്ല. ഈ ചടങ്ങിൽ പങ്കെടുത്താൽ അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ ശത്രുക്കൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ എന്ന വളർത്തുനായയെ ചങ്ങലക്കിടണമെന്ന്. അത്രമാത്രം സംഘർഷഭരിതമാണ് ഈ ഒരു സിറ്റുവേഷൻ. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇത് കൂടാതെ മറ്റൊരു വലിയ തലവേദനയും ഇറാന് മുൻപിലുണ്ട്. അതായത് ക്രൗഡ് മാനേജ്മെന്റ് ആണ്. ഇറാന്റെ ചരിത്രത്തിൽ മുൻപ് നടന്ന 2 വൻ ശവസംസ്കാര ചടങ്ങുകളും വലിയ ദുരന്തങ്ങളിലാണ് കലാശിച്ചത്. ഒന്ന് 1989-ൽ ഇറാന്റെ സ്ഥാപകൻ ആയത്തുള്ള റൂഹുല്ല ഖൊമേനിയുടെ ശവസംസ്കാര ചടങ്ങിനിടെ ലക്ഷക്കണക്കിന് ആളുകൾ ഇരച്ചു കയറുകയും കഫൻ തുണി പോലും ജനങ്ങൾ കീറിയെടുക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. ഒടുവിൽ ബോഡി ഹെലികോപ്റ്ററിലാണ് അന്ന് മാറ്റിയത്. അതുപോലെ 2020-ൽ ഖാസം സുലൈമാനിയുടെ ശവസംസ്കാര ചടങ്ങിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട 56-ലധികം പേരാണ് മരിച്ചത്. അതുകൊണ്ട് ഇത്തവണ ഇറാന്റെ മിലിറ്ററിയും റെവല്യൂഷണറി ഗാർഡും അതീവ ജാഗ്രതയിലാണ്. ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ഉപയോഗിച്ച് വൻ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ കമാൻഡർ ഇൻ ചീഫായ മുജ്തബ ഖമേനി മാറി നിൽക്കുന്നത് ചടങ്ങുകളുടെ പ്രോട്ടോകോളിനെ ബാധിക്കുമെങ്കിലും സുരക്ഷയ്ക്കാണ് ഇറാൻ ഇപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി നൽകുന്നത്. ചുരുക്കം പറഞ്ഞാൽ സ്വന്തം പിതാവിന് അന്ത്യചുംബനം നൽകാൻ പോലും കഴിയാത്ത രീതിയിൽ കടുത്ത സുരക്ഷാ വലയത്തിലാണ് ഇറാന്റെ പുതിയ സുപ്രീം ലീഡർ മുജ്തബ ഖമേനി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.